പാടത്തും പറമ്പിലുമൊക്കെ ഉറക്കമുളച്ച് നാടകം കണ്ട് നടന്നൊക്കെ പലരുടെയും ഓർമ്മകളാകും. അങ്ങനെയൊരു നാടക കാലമുണ്ട്. ആ കാലത്തേക്ക് പിച്ച വെച്ച് നടക്കാൻ ശ്രമിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു നാടക ഗ്രാമം. എടക്കളത്തൂരിൽ നിന്നുള്ള റിപ്പോർട്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. താങ്കളുടെ വൈകാരിക വിമിഷ്ടങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീറിന്റെ നോവലാസ്പദമാക്കി തിരുവനന്തപുരം സാഹിത്യ ചിട്ടപ്പെടുത്തിയ നാടകം അരങ്ങ് തകർക്കുകയാണ്. ഒഴുകിയെത്തിയ കാണികൾ. ശ്വാസത്തിന് പകരം നമ്മൾ പുക എടുക്കുന്നത് വായ കൂടിയും വിടുന്നത് മൂക്കി കൂടിയും എന്നത് മാത്രമാണ് വ്യത്യാസം. പിന്നെ തിരിഞ്ഞ് ഒരു മഴ തോർന്ന പ്രതീതിയിൽ നാടകത്തിന് തിരശ്ശീല വീണപ്പോൾ സദസ്സിന്റെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ ചാണകത്തിന് പകരം ആനയെ വാരിയോണ്ടാണ് വെറും രാമൻ നായര് ആനവാരി രാമൻ നായരായത്. എടക്കളത്തൂർ ഗ്രാമം നാടകം നെഞ്ചോട് ചേർത്തിട്ട് 37 വർഷം പിന്നിട്ടു. എടക്കളത്തൂർ ദേശാഭിമാനി കലാസാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടകമേളയാണ് നാട്ടുകാർക്ക് എല്ലാ വർഷവും നാടകാസ്വാദനത്തിന് അവസരമൊരുക്കുന്നത്. നമ്മൾ 1988 മെയ് 1 ഈ ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന രൂപം കൊടുത്തു. നമ്മുടെ നാട്ടിൻപുറത്തെ കൂട്ടം കളിക്കാനും ക്യാരം ബോർഡ് അതുപോലെ തന്നെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു 17 പേര് കൂടിയ ഒരു കൂട്ടായ്മയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിപുലീകരിച്ച് മനോഹരമായി നമ്മൾ പല തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടകോത്സവം ആരംഭിച്ചത്. ശ്രീരാമചന്ദ്ര UP സ്കൂൾ അങ്കണം നമുക്കിതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ അനുവദിച്ചിരുന്നു. ഇന്ന് വരെ യാതൊരു മുടക്കമില്ലാതെ മനോഹരമായി ഈ സ്ഥലം നമുക്ക് ശ്രീരാമചന്ദ്ര സ്കൂൾ മാനേജ്മെൻറ്റ് തരുന്നുണ്ട്. ഇതൊരു കൂട്ടായ്മയാണ്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും നാടകം കാണാനായിട്ടൊരു 6:45 കൂടി വരി നിന്ന് നാടകം കാണുമ്പോഴാണ് നമുക്ക് ഒരു പക്ഷേ സംഘാടകർക്ക് പ്രചോദനം ഉണ്ടാകുന്നത്. ജില്ലയിൽ പ്രൊഫഷണൽ നാടകമേളകൾക്ക് തുടക്കമാകുന്നതും എടക്കളത്തൂരിൽ നിന്നാണ്. ഇക്കുറി 8 നാടകങ്ങളാണ് 8 ദിവസങ്ങളിലായി എടക്കളത്തൂരിലെ അരങ്ങിലെത്തുന്നത്. ക്യാമറമാൻ ബിനീഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24 തൃശൂർ.